ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമ്മൾ 10ാമത്തെ പാഠഭാഗത്തില് അക്ഷരഗുണനം അഥവാ ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി എടുക്കേണ്ടത് അല്ലേ? ആ ഹോംവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ത്രികോണത്തിന്റെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ തുറന്നിരിക്കുക കേട്ടോ. ത്രികോണത്തിന്റെ വശങ്ങൾ തന്നിട്ട് അതിന്റെ പെരിമീറ്റർ കാണാൻ പറഞ്ഞു. അത് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ റിലേഷൻ എഴുതാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. അടുത്തത് അക്ഷരഗുണനം അഥവാ ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ. ഇതുവരെ നമ്മൾ പ്ലസും മൈനസും ഇട്ടിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അക്ഷരഗുണന ഹെഡിങ് കണ്ടല്ലോ, ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അക്ഷരഗുണനം. അത് ആ ഹെഡിങ് കഴിഞ്ഞതിന്റെ പിന്നത്തെ പേജ് എടുക്കുക. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഈ പേജ്, ഈ ചതുരത്തിന്റെ ഒക്കെ പേജ് കാണില്ലേ, ആ പേജ് എടുക്കുക. അതിൽ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കുക. ചോദ്യം എന്താണ്? ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം ഇടുക. അപ്പൊ ആ പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർജിനിൽ എഴുതി വെച്ചിട്ട് ചോദ്യം എഴുതാനുള്ള സ്പേസ് കറക്റ്റ് ആയിട്ട് വിടുക കേട്ടോ. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദയർ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ എത്ര സമചതുരം? റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒപ്പം ഈ സമചതുരങ്ങൾ കൂടി വരയ്ക്കണം കേട്ടോ. അപ്പൊ എത്ര സമചതുരങ്ങൾ ഉണ്ട്? എത്രയാണ് സമചതുരങ്ങള്? 3 സമചതുരങ്ങളല്ല. അപ്പൊ ആൻസർ എഴുതാനുള്ളത് അപ്പൊ എഴുതി പോവാ 3. ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചു? അപ്പൊ തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സമചതുരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കോലുകളാണ് ഉപയോഗിച്ചത്? നെക്സ്റ്റ് ലൈനിൽ എഴുതിയാൽ മതി. 4. ഓരോന്നിന്റെയും ഉത്തരങ്ങൾ അടിയിലേക്ക് എഴുതുകയാണ് കേട്ടോ. 5 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം? അപ്പൊ ഒരു സമചതുരം ഉണ്ടാക്കാൻ 4 എണ്ണം വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന 3 സമചതുരം ഉണ്ടാക്കാൻ എത്രയാ വേണ്ടി വന്നേ? 4 × 3. അതായത് ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം, അതേ ഇൻറ്റു എത്ര എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതില്ലോ. ഒന്നിന്റെ തന്നാൽ കൂടുതൽ എണ്ണത്തിന്റെ ആവാൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒരെണ്ണത്തിന് 4 ആണെങ്കിൽ ഇവിടെയുള്ള 3 എണ്ണത്തിന് ഉണ്ടാക്കാൻ 4 × 3 12. ഇവിടെ 5 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം എന്നാണ് ചോദ്യം. അപ്പൊ ഒരെണ്ണം ഉണ്ടാക്കാൻ 4 ആണ്. അതുപോലത്തെ 5 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ എത്ര കോലുകൾ വേണം? 4 × 5 20. ഓക്കെ. അപ്പൊ ആ 3 ക്വസ്റ്റ്യന്റെ ആൻസർ കൈയോടെ കഴിഞ്ഞു കേട്ടോ. 4 × 5 20. ഇനി അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, സമചതുരങ്ങളുടെ എണ്ണവും കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഏതെല്ലാം രീതിയിൽ പറയാം? In what different ways can we state relation between the number of squares and number of matchsticks? Number of squaresഉം number of matchsticksഉം തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എഴുതാനായിട്ട് സാധിക്കുക? അപ്പൊ ഒരു സമചതുരം നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതുക. ഇതൊന്നും ഇപ്പൊ പറയുന്നത് എഴുതിയെടുക്കണ്ട കേട്ടോ. ഞാനത് ഒരു സമചതുരം ഉണ്ടാക്കാൻ 4 എണ്ണം വേണം. 2 സമചതുരം ഉണ്ടാക്കാൻ 2 × 4 8 എണ്ണം വേണം. 3 സമചതുരം ഉണ്ടാക്കാൻ 3 × 4 12 എണ്ണം വേണം. 4 സമചതുരം ഉണ്ടാക്കാൻ 4 × 4 16 എണ്ണം വേണം. 5 സമചതുരം ഉണ്ടാക്കാനോ 5 × 4 20 എണ്ണം വേണം അല്ലെ? അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് അക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മള് മാറ്റ്സ്റ്റിക്കിന്റെ എണ്ണം m എന്ന് എടുക്കാന്ന് വിചാരിക്കുന്നു. ഇതൊന്നും എഴുതണ്ട, മനസ്സിലാക്കാനാണ് കേട്ടോ. ഇതുവരെയുള്ളത് എഴുതിയാൽ മതി. പിന്നെ സ്ക്വയറുകളുടെ എണ്ണം s എന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കുക, s. അങ്ങനെയാണെങ്കിൽ m-ഉം s-ഉം തമ്മിലുള്ള റിലേഷൻ, അതായത് ഇത് മാറ്റ്സ്റ്റിക്കിന്റെ, ഇത് സ്ക്വയറുകളുടെ എണ്ണം, ഇത് മാറ്റ്സ്റ്റിക്കിന്റെ എണ്ണം. അപ്പൊ അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ പറയാ? അതായത് സ്ക്വയറുകളുടെ എണ്ണം × 4 ആണ് മാറ്റ്സ്റ്റിക്കിന്റെ എണ്ണം വരിക അല്ലെ? സ്ക്വയറുകളുടെ എണ്ണം എത്രയാണോ അത് × 4 ചെയ്താലല്ലേ ഇവിടുത്തെ ഉത്തരം കിട്ടുക. ഇത് സ്ക്വയറുകളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ഇത്, നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് ആണ് ഇത്. അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നതിന് നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് കിട്ടില്ലേ?
അല്ലേ? നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് മാച്ചസ്റ്റിക്സ് കിട്ടുന്നത്. അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എസ് ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ഇൻറ്റു എസ് സമം എം എന്ന് എഴുതി കൂടെ റിലേഷൻ. ഇവിടെ നമ്മൾ ഒരു അക്ഷരവും ഒരു സംഖ്യയും, അല്ലെങ്കിൽ വേണ്ട 2 അക്ഷരങ്ങൾ തമ്മിലായിക്കോട്ടെ, ഒരു അക്ഷരവും ഒരു സംഖ്യയും തമ്മിൽ ഇൻറ്റു ആണ് വരുന്നത് എങ്കിൽ അതിന്റെ ഇടയിൽ ഇൻറ്റു എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ എഴുതിയാൽ മതി? ഇതിനെ തന്നെ 4s m എന്ന് എഴുതിയാലും സെയിം ആണ്. ഇൻറ്റു ആണെങ്കിൽ മാത്രം, പ്ലസോ മൈനസോ ആണെങ്കിൽ കൃത്യമായിട്ട് ആ ചിഹ്നം അവിടെ എഴുതണം. ഇൻറ്റു ആണെങ്കിൽ മാത്രം 2 അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഒരു അക്ഷരവും ഒരു സംഖ്യയുമാണെങ്കിലോ ഇൻറ്റു ആണ് വരുന്നത് എങ്കിൽ അവയുടെ ഇടയിൽ ഇൻറ്റു എന്നുള്ള സൈൻ ഇടണ്ട, നേരിട്ട് 4s എന്ന് വായിക്കാം. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. 4നെ 4നെ s കൊണ്ട് ഇൻറ്റു ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇതും ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതിന് തന്നെ എന്തെഴുതാം? ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? s ഈക്വൽ ടു m ഡിവൈഡ്സ് 4. ഇവിടുത്തെ ഇൻറ്റു എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ 4 ആക്കി എഴുതാലോ. ആ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ m/4 ഡിവൈഡ്സ് 4 അഥവാ m/4 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിലേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെയാ എഴുതുക? ഇതിന്റെ ആൻസർ നമുക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാ എഴുതുക? ആദ്യം തന്നെ നമ്മൾ സെന്റൻസിൽ എഴുതാം. എന്താണ്? നമ്പർ ഓഫ് സ്ക്വയർ ഇൻറ്റു 4 ഈക്വൽ ടു സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4. മലയാളം മീഡിയംകാരെ എഴുതേണ്ടത് കേട്ടോ. സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4 സമം എന്താണ്? മാച്ചസ്റ്റിക്കുകളുടെ എണ്ണം അല്ലെ. നമ്പർ ഓഫ് മാച്ചസ്റ്റിക്സ് ഈക്വൽ ടു തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം. സമചതുരങ്ങളുടെ എണ്ണം ഇൻറ്റു 4 സമം തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം. ഇനി അടിയിൽ എഴുതുക നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈക്വൽ ടു s എന്നെടുത്തു. നമ്പർ ഓഫ് മാച്ചസ്റ്റിക് സമചതുരങ്ങളുടെ എണ്ണം. നമ്പർ ഓഫ് മാച്ചസ്റ്റിക്സ് ഈക്വൽ ടു m. എല്ലാം ചെറിയ അക്ഷരങ്ങളാണ് കേട്ടോ. m. Then the relation is ഇവ തമ്മിലുള്ള ബന്ധം. എങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് വരിക? 4 into s ഈക്വൽ ടു m or എന്ന് പറഞ്ഞിട്ട് എഴുതുക, അല്ലെങ്കിൽ 4s ഈക്വൽ ടു m. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ ഈ ഇൻറ്റു എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 2 അക്ഷരങ്ങളോ ഒരു സംഖ്യയും ഒരു അക്ഷരവും അടുപ്പിച്ച് എഴുതിയാൽ മനസ്സിലാക്കേണ്ടത് അവയ്ക്കിടയിലുള്ള ചിഹ്നം ഇൻറ്റു ആണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിലോ s സമം m/4. 2 രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. s സമം m/4 മനസ്സിലാക്കാൻ പറ്റണം. തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാലേ ഇതുപോലെ റിലേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. 2 or 3 തവണ ഇത് എളുപ്പമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ മനസ്സിലാക്കിയാലോ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കണക്ക്. രണ്ടാമത്തെ കണക്ക് എന്താണ്? സഹകരണ സ്റ്റോറിൽ നിന്നും എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ 5 രൂപ വിലയ്ക്കുള്ള പേനയാണ് വാങ്ങിയത്. ചുവടെയുള്ള പട്ടികയിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ എത്ര രൂപ കൊടുത്തു എന്ന് എഴുതുക. അപ്പൊ ആ പട്ടിക പൂർത്തിയാക്കണം. കുട്ടികളുടെ എണ്ണവും ആകെ വിലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെ പറയാം. ഇത് അക്ഷരം ഉപയോഗിച്ച് എഴുതുക. ഇതാണ് ചോദ്യത്തിന്റെ അർത്ഥം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടീച്ചർ മാച്ചോട്ടെ പോളിങ്ങ. എങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക?
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ആ ടേബിൾ കംപ്ലീറ്റ് ആണ്. ക്ലാസ് നെക്സ്റ്റ് എന്നുള്ള അതേപോലെ തന്നെ എഴുതും കേട്ടോ. നമ്പർ ഓഫ് ചിൽഡ്രൻ, number of children, പിന്നെയോ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്. ക്ലാസ് ഏതാണ്? 6A 6B 6C, 6A 6B 6C, 34 32 36 ഇതല്ലേ പറഞ്ഞേ. അപ്പൊ ഓരോ കുട്ടിയും 5 രൂപ വീതം വിലയുള്ള പേനയാണ് മേടിച്ചിരുന്നത്. അപ്പൊ അത് ഒരു കുട്ടി 5 രൂപ വിലയുള്ള പേന മേടിച്ചു. അങ്ങനെ 34 കുട്ടികളും കൂടി മേടിച്ചപ്പോ എത്ര വരിക? 34 into 5. അതുപോലെ ഇവിടെ 32 into 5 അല്ലേ വരിക. ഇവിടെ 36 into 5. അതല്ലേ ടോട്ടൽ എമൗണ്ട് ഓരോ ക്ലാസ്സിലും വരിക. ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ കുട്ടിയും 5 രൂപ വീതം വരെയുള്ള പേനയാണ് മേടിച്ചത് എങ്കിൽ 34, ഇപ്പൊ ഇവിടെ 34 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി 5 രൂപ വീതം വരെയുള്ള പേന മേടിച്ചാൽ 34 കുട്ടികൾ അതുപോലെ മേടിച്ചാൽ എത്രയാ വരിക? 34 into 5 അല്ലേ വരിക? 170 160 180 അല്ലേ വരണേ. അടിയിലത്തെ മാച്ചോട്ടെ കഴിഞ്ഞില്ലേ ഇത്. അപ്പൊ ടേബിള് കംപ്ലീറ്റ് ചെയ്തു, എഴുതി എടുത്തോളൂ കേട്ടാ. ടേബിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ പറയാം? അതായത് കുട്ടികളുടെ എണ്ണവും ആകെ വിലയും തമ്മിലുള്ള ബന്ധം, നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ടോട്ടൽ എമൗണ്ട്, എങ്ങനെയാ റിലേഷൻ പറയാ? നമ്മൾ ഈ ചെയ്തത് തന്നെ പറഞ്ഞാൽ മതി. എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ into 5 is equal to total amount. അല്ലേ? ദ റിലേഷൻ ഈസ്, അതല്ലേ നമ്മൾ ചെയ്തത്. ആ ചെയ്തത് അങ്ങ് എഴുതിയാൽ മതി. The relation is എന്താണ്? Number of children കുട്ടികളുടെ എണ്ണം into 5. എല്ലായിടത്തും ആ 5 തന്നെയാണല്ലോ വരുന്നത്. പേനയുടെ എണ്ണം 5 അല്ലേ. is equal to എന്ത് കിട്ടി? ടോട്ടൽ എമൗണ്ട്. കുട്ടികളുടെ എണ്ണം into 5 സമം ആകെ വില. ഇവ തമ്മിലുള്ള ബന്ധം കുട്ടികളുടെ എണ്ണം into 5 സമം ആകെ വില. ഇതാണ് നമ്മൾ വാചകത്തിൽ എഴുതിയത്. ഇനി ഇത് എങ്ങനെ എഴുതണം? നമ്മള് ലെറ്റർ യൂസ് ചെയ്തിട്ട് എഴുതണം. അപ്പൊ ലെറ്റർ നമ്മൾ എടുക്കുകയാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ is equal to, നമ്പർ ഓഫ് ചിൽഡ്രൻ ഒരു അക്ഷരം കൊടുക്കണ്ടേ നമ്മള്? കുട്ടികളുടെ എണ്ണം സമം നമ്പർ ഓഫ് ചിൽഡ്രൻ n എന്നുള്ള അക്ഷരം കൊടുത്തേക്കും. നമ്പർ ഓഫ് ചിൽഡ്രൻ അതിൽ n, അല്ലെങ്കിൽ സി എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താണ്? ടോട്ടൽ എമൗണ്ട്, ആകെ വില സമം ടോട്ടൽ എമൗണ്ട് is equal to t എന്നുള്ള അക്ഷരം എടുത്തു. ആകെ വില സമം t. then എങ്കിൽ റിലേഷൻ എങ്ങനെ എഴുതാം? ഇതേ രീതിയിൽ തന്നെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ചിൽഡ്രൻ എന്താ എടുത്തേ? n into 5 സമം t. n into 5 സമം t. അപ്പൊ ഈ ഇൻറ്റു എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ആദ്യം 5n is equal to t എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോ നമ്മള് ഈ ഇൻറ്റു വേണ്ട എന്ന് വിചാരിച്ചാൽ n5 എന്ന് എഴുതാൻ പാടില്ല. ആദ്യം നമ്പറും പിന്നെയാണ് അക്ഷരം ലെറ്ററും എഴുതാൻ പാടുള്ളൂ. ഇങ്ങനെ രണ്ടെണ്ണം വന്നാൽ ഇൻറ്റു എഴുതാതെ അടുപ്പിച്ചെഴുതാം. അടുപ്പിച്ചെഴുതുമ്പോ ഇവിടെ നിങ്ങൾ n5 എന്ന് എഴുതാൻ പാടില്ല എന്നത് തെറ്റാണ്. അതെങ്ങനെ എഴുതാൻ പാടുള്ളൂ? ആദ്യം സംഖ്യ പിന്നെ ലെറ്റർ, അങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഇതിനെ എങ്ങനെ എഴുതാം? n is equal to t by 5 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ t by n is equal to 5. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും ട്ടാ. ഇതാണ് റിലേഷൻ വരുന്നത്. നമ്മൾ ഈ സെന്റൻസിൽ എഴുതിയത് ഇതിന് പകരമുള്ള അക്ഷരം എന്താണോ ഉപയോഗിച്ചത് അതങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ഇൻറ്റു വരുമ്പോ അത് ഒരുമിച്ച് എഴുതാം. ഒരുമിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സംഖ്യ പിന്നെയാണ് ലെറ്റർ അഥവാ അക്ഷരം എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ
ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളമായാൽ അതിന്റെ പെരിമീറ്റർ എന്ത്? വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ? 6 സെന്റിമീറ്റർ. അപ്പൊ ഇത് മാച്ചോട്ടെ ഡിസ്ട്രി ടേബിള്. ഓക്കെ, എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. എന്താണ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? 4 into സൈഡ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് 4 into സൈഡ്. ഒരു വട്ടം നമുക്ക് ഫോർമുല എഴുതാം. That is equal to 4 into 4 is equal to 16 centimeter. 4 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് സമം. അടുത്ത സ്റ്റെപ്പ് എന്തെഴുതാം? 5 സെന്റിമീറ്റർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അല്ല, 5 ആണ് ചോദിച്ചേക്കണേ അല്ലേ? ഇവിടെ 5 ആണ് വരിക കേട്ടോ. 5 അപ്പൊ 20 ആണല്ലേ? 20. Perimeter of a square. Perimeter of a square of side 6 centimeter. ഇതെന്താണ് സ്റ്റെപ്പ് എഴുതുന്ന മലയാളം മീഡിയംകാര്? 6 സെന്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് സമം 6 സെന്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് സമം. ടെക്സ്റ്റിലുണ്ട്, അതേപോലെ എഴുതിയാൽ മതി. 4 into 6 is equal to 24 സെന്റിമീറ്റർ. അടിയിലത്തെ മാർക്ക് കേട്ടോ, 24 സെന്റിമീറ്റർ. ഇനി എന്താ അതിൽ ചോദിച്ചിരിക്കുന്നത്? In what all ways can we say the relation between the length of a side and the perimeter of a square? Write all these using letters. എന്താ പറയുന്നത്? ഇതിനെ നമ്മൾ എങ്ങനെയാണ് റിലേഷൻ ആക്കിയിട്ട് എഴുതുക? അക്ഷരം ഉപയോഗിച്ചിട്ട് എങ്ങനെ റിലേഷൻ എഴുതാനായിട്ട് പറ്റും എന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറും ലെങ്ത് ഓഫ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ ആണ് എഴുതേണ്ടത്. അതെങ്ങനെയാ എഴുതുക? നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് അങ്ങ് എഴുതാലോ. എന്താ എഴുതുക? The length of one side of a square into 4 is equal to perimeter. The formula perimeter is equal to the relation is perimeter is equal to 4 into length of one side of a square. Then the relation one side of a square. ഇതാണ് നമുക്ക് റിലേഷൻ തന്നേക്കുന്നത്. ഇത് എങ്ങനെ എഴുതുക? ചുറ്റളവ് സമം 4 into സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. ചുറ്റളവ് സമം 4 into റിലേഷൻ എങ്ങനെ എഴുതുക? ചുറ്റളവ് സമം 4 into സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. Using letters, അക്ഷരം ഉപയോഗിച്ച് പെരിമീറ്റർ മുകളിൽ എഴുതട്ടെ. ഇത് മാച്ചട്ടെ. ഞാൻ ഓരോന്നിനും ഓരോ അക്ഷരം കൊടുക്കണം. അപ്പൊ എങ്ങനെയാ കൊടുക്കുക? പെരിമീറ്റർ
is equal to P എന്നുള്ള അക്ഷരം കൊടുത്തു. Length of one side is equal to L എന്ന് കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് റിലേഷൻ എഴുതുക? P is equal to 4 into L അല്ലേ വരിക? P is equal to 4 into L. അത് തന്നെ എങ്ങനെ എഴുതാം? Or എന്താണ്? P is equal to നമുക്ക് ഇൻറ്റു ഇല്ലാണ്ട് 4L എന്ന് എഴുതി കൂടെ? അതിന് എന്താ എഴുതാം? L is equal to P by 4. ഒന്നോ രണ്ടോ രീതിയിൽ എഴുതിയാൽ മതി, നമുക്കത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അതായത് പെരിമീറ്ററിനെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരു വശത്തിന്റെ നീളം കിട്ടും. സ്ക്വയർ ആണെങ്കിൽ മാത്രം കേട്ടോ, സ്ക്വയറിന്റെ 4 വശത്തിന്റെ നീളം തുല്യാണല്ലോ, അതുകൊണ്ട് റിലേഷൻ എഴുതിക്കോളൂ. മനസ്സിലാക്കി എഴുതിയെടുക്കണം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. അതെങ്ങനെയാന്നുള്ളത് ചോദ്യം വായിക്കട്ടെ. 5 10 രൂപ നോട്ടുകൾ ചേർന്നാൽ ആകെ എത്ര രൂപയാകും? 5 10 രൂപ നോട്ടുകൾ 5 × 10 50 അല്ലേ? 10 രൂപ നോട്ടുകളുടെ എണ്ണം 7 ആയാലോ? അതായത് 7 10 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാണ്? 7 × 10 70. 10 രൂപ നോട്ടുകളുടെ എണ്ണവും ആകെ രൂപയും തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം പറയാം? അതായത് നമുക്കിപ്പോ 5 × 10 50, 7 × 10 70 എന്ന് എഴുതിയില്ലേ? അതായത് 10 രൂപ നോട്ടുകളുടെ എണ്ണവും അതിന്റെ ആകെ തുകയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അപ്പൊ 10 രൂപ നോട്ടുകളുടെ എണ്ണം × 10 സമം ആകെ തുകയല്ലേ വരിക? എത്ര 10 രൂപ നോട്ടുകളാണോ എടുത്തേ അതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആകെ തുക കിട്ടും. അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേ? 5 10 രൂപ നോട്ടുകൾ എടുത്തപ്പോ 5 × 10 50 ആകെ കിട്ടി. 7 10 രൂപ നോട്ടുകളാണ് എടുക്കുന്നതെങ്കിൽ 7 × 10 70. അതായത് എങ്ങനെയാ ചെയ്തേ? 10 രൂപ നോട്ടുകളുടെ എണ്ണത്തിനെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ ആകെ രൂപ കിട്ടി. അപ്പൊ അതിങ്ങനെ റിലേഷൻ സെന്റൻസ് ആക്കിയിട്ട് എഴുതി. ഇവിടെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 രൂപ നോട്ടുകളുടെ എണ്ണം T എന്ന് എടുക്കുക, ആകെ രൂപ A എന്ന് എടുത്താൽ അവ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം? എയും ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് ചെയ്തിട്ട് വരണം അടുത്ത ദിവസം കേട്ടോ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ആ ഹോംവർക്ക് ചെയ്യാനുള്ള സ്ഥലം വിട്ടോളൂ, ക്വസ്റ്റ്യനും ആൻസറും എഴുതാനുള്ള സ്ഥലം വിട്ടോളൂ. കാരണം അടുത്ത ടോപ്പിക്, അടുത്തൊരു സബ് ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്ത്? മൾട്ടിപ്ലിക്കേഷൻ എഗെയിൻ. ഹെഡിങ് എഴുതുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ എഗെയിൻ. വീണ്ടും ഗുണനം. അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ഗുണനം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നമുക്ക് നേരിട്ട് എക്സസൈസിലേക്ക് പോവാം. അതിന്റെ അടിയിലാണ് പ്രോബ്ലം തുടങ്ങുന്നത് കേട്ടോ. നോക്കുക, എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? 1ാമത്തെ ചോദ്യം. What is the total price of 5 pens, each of price 8 rupees? എന്താണ്? 8 രൂപ. 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8 രൂപ വീതം വിലയുള്ള 5 പേനയുടെ ആകെ വില എന്താണ്? 8 രൂപ വീതം വിലയുള്ള 5 പേനയുടെ ആകെ വില. ടോട്ടൽ പ്രൈസ്. ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens. 5 പേനയുടെ ആകെ വില. 5 പേനയുടെ ആകെ വില. ഒന്നിന്റെ വില 8 രൂപ അല്ലേ? അപ്പൊ 8 × 5 സമം എത്ര കിട്ടി? 40 rupees. അതേപോലെ തന്നെ എന്താണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്? What is the price of 10 notebooks, each of price 12 rupees? Total price of 10 notebooks. Total price of ഇതൊക്കെ ഈസി ആണ് അല്ലേ? 10 നോട്ട് ബുക്കുകളുടെ ആകെ വില. 10 നോട്ട് ബുക്കുകളുടെ
കോലുകളുടെ ആകെ വില ഈക്വൽ ടു 10 into 12 എന്നുള്ളത് തന്നിട്ടുണ്ട് ഓൾറെഡി ഒരെണ്ണത്തിന്റെ വില. അപ്പൊ എത്ര കിട്ടി? 120 റുപ്പീസ്. അതാണ് തന്നിരിക്കുന്നത്. എ ബി സി എന്ന് പറഞ്ഞത് 3 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? A question: in what all ways can we say the relation between the price of something, the number bought and the total price? എന്താ ചോദ്യം ചോദിച്ചേക്കണേ? ഒരു സാധനത്തിന്റെ വിലയും വാങ്ങിക്കുന്ന എണ്ണവും ആകെ വിലയും തമ്മിലുള്ള റിലേഷനുകൾ കാണുമ്പോൾ തന്നെ ഇത് എന്തൊക്കെയാണോ ചോദിച്ചേക്കണേ എന്നുള്ള ഒരു രീതിയില്ല അല്ലെ? പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് റിലേഷൻ പറയാന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഒരു സാധനത്തിന്റെ എണ്ണം, അതിന്റെ വില, മൊത്തം വില, അതെങ്ങനെയാണ് നമുക്ക് റിലേഷൻ പറയാനായിട്ട് സാധിക്കുക? ആ റിലേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നത്തെ പേജിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് റിലേഷൻ പറയാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാ റിലേഷൻ പറയാ? ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ 40 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ എങ്ങനെയാ എഴുതുക? നമ്പർ ഓഫ് ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാ ഇതിന്റെ റിലേഷൻ പറയാം നമുക്ക്? അതായത് സാധനങ്ങളുടെ എണ്ണത്തിനെ അതിന്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും അല്ലെ? അങ്ങനെയല്ലേ പറയാ നമുക്ക്? സാധനങ്ങളുടെ എണ്ണം, അതെങ്ങനെയാണ് സാധനങ്ങളുടെ എണ്ണം എങ്ങനെയാണ് പറയുക? സാധനങ്ങളുടെ എണ്ണത്തിനെ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെയാ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്? എങ്ങനെയാണെന്ന് നോക്കൂ. എങ്ങനെയാ ചെയ്യാ? റിലേഷൻ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pence, 40 rupees 120 rupees ഉണ്ട്. എങ്ങനെയാണ് റിലേഷൻ പറയുന്നത്? ദ ടോട്ടൽ പ്രൈസ് ഈസ് the product of price of something and the number bought. റിലേഷൻ എങ്ങനെയാ പറയാ? ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സംതിങ്, എന്താണ് സാധനങ്ങൾ, അതാണല്ലോ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്ത് സാധനമാണോ വാങ്ങിച്ചിരിക്കുന്നത് അതിന്റെ എണ്ണം, നമ്പർ ഓഫ് സംതിങ് ഇൻറ്റു ദ പ്രൈസ്, ദ നമ്പർ ബോട്ട്, എത്ര എണ്ണാണ്, ദ നമ്പർ ഓഫ് സംതിങ്, അതിന്റെ വില എത്രയാണോ, ഒരെണ്ണത്തിന്റെ വില എത്രയാണോ അതിനെ എത്ര എണ്ണമാണോ ആ സാധനം മേടിച്ചത് അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ പ്രൈസ് കിട്ടുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ പറയും നമ്മള്? ദ പ്രൈസ് ഓഫ് സംതിങ് ഇൻറ്റു ദി നമ്പർ ഓഫ് സംതിങ്, എത്രയാണോ ആ സാധനം മേടിച്ചത്, ദ നമ്പർ ബോട്ട്, അത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ എഴുതുക നമ്മള്? A ക്വസ്റ്റ്യന്റെ ആൻസർ, ദ റിലേഷൻ ഈസ് എങ്ങനെ എഴുതും? ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ആകെ വില, ഇവ തമ്മിലുള്ള ബന്ധം സമം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആകെ വില സമം ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ദി പ്രൈസ് ഓഫ് സംതിങ്, അതായത് സംതിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം, ദി പ്രൈസ് ഓഫ് സംതിങ്, ഒരു സാധനത്തിന്റെ വിലയെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? എത്ര എണ്ണം അത് മേടിച്ചു അതുകൊണ്ടല്ലേ എന്തു ചെയ്യണേ? ദ നമ്പർ ബോട്ട്, ദി നമ്പർ ബോട്ട്, ആ സാധനം എത്ര എണ്ണമാണോ മേടിച്ചത് അതിനെ അതിന്റെ ഒരെണ്ണത്തിന്റെ വില കൊണ്ട് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. അതായത് the total cost is equal to the price of something into the number bought. അതായത് ആകെ വില സമം, ആകെ വില, മലയാളം മീഡിയംകാരെ എഴുതിക്കോളൂ, ആകെ വില സമം എന്താണ് എഴുതുക? ഒരു സാധനത്തിന്റെ വില, ഒരു സാധനത്തിന്റെ വില ഇൻറ്റു എന്താണ്? വാങ്ങിക്കുന്ന എണ്ണം,
വാങ്ങിക്കുന്ന എണ്ണം. അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഇത് വായിച്ചോട്ടെ. അപ്പൊ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിന്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതണം. അപ്പൊ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ എന്താണ്? പ്രൈസ് is equal to the price of an article. അത് എഴുതണം. പ്രൈസ് ഓഫ് ആൻ, സാധനത്തിന്റെ വിലയാണ് പി എന്ന് പറയുന്നത്. അപ്പൊ അത് മലയാളം മീഡിയംകാർ അതേപോലെ തന്നെ ടെക്സ്റ്റ് നോക്കി എഴുതാട്ടോ. ബി ക്വസ്റ്റ്യൻ പിന്നത്തെ പേജിലാണ്. അത് നോക്കി എഴുതണം. എന്ത്? ഒരു സാധനത്തിന്റെ വില ഈക്വൽ ടു പി, നമ്പർ എണ്ണം is equal to n, എണ്ണം is equal to n, ടോട്ടൽ പ്രൈസ് ആകെ വില, ടോട്ടൽ പ്രൈസ് is equal to t, ആകെ വില is equal to t. Then the relation is, ഇവ തമ്മിലുള്ള ബന്ധം, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എഴുതുക? ടോട്ടൽ പ്രൈസ് സമം ഇവ തമ്മിലുള്ള ബന്ധം പി ഇൻറ്റു എൻ. സാധനം ഒരെണ്ണത്തിന്റെ വില എത്രയാണോ അതിന് എണ്ണം ഉണ്ട്. അതിനെ തന്നെ പല രീതിയിൽ എഴുതാം. എങ്ങനെയാ? ടി, പി is equal to, അല്ലെങ്കിൽ ഈ n ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ വരിക? ടി ബൈ എൻ is equal to പി ഇൻറ്റു എൻ. ഇങ്ങോട്ട് പോകുമ്പോ ബൈ എൻ ആയി മാറില്ലേ? അതേപോലെ തന്നെ പി നമുക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ എഴുതാം? ടി ബൈ എൻ, അല്ലെങ്കിലോ ടി ബൈ പി is equal to n. ഇങ്ങനെ മൂന്ന് തരത്തിൽ എഴുതാം നമുക്ക്. അതായത് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്താലാണ് ടി കിട്ടുന്നത്. ആ ടി എന്നെ നമ്മൾ എൻ മാത്രം ഇവിടെ നിർത്തുകയാണെങ്കിൽ പി എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോ ബൈ പി ഡിവിഷൻ വരും. ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ വരുമ്പോ ഡിവിഷൻ. അതേപോലെ തന്നെ എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇൻറ്റു എൻ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ എൻ ആയിട്ട് മാറും. അപ്പൊ ഏതെങ്കിലും ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞു, ഏതെങ്കിലും ഒരു റിലേഷനെങ്കിലും എഴുതാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ നോക്കൂ. 1 liter of kerosene weighs 800 grams. What is the weight of 2 liter of kerosene? What is the weight of a half liter of kerosene? What is the weight of 1 milliliter of kerosene? അങ്ങനെ 3-4 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യാം? അത് നമുക്കൊന്ന് ചെയ്തു വരാൻ പറ്റുമോ? അതായത് 1 ലിറ്റർ കെറോസിന്റെ വെയിറ്റ് ആണ് 800 എങ്കിൽ 2 ലിറ്ററിന്റെ വെയിറ്റ് എത്രയാണ്? 1/2 ലിറ്ററിന്റെ വെയിറ്റ് എത്രയാണ്? 1 മില്ലി ലിറ്റർ കെറോസിന്റെ വെയിറ്റ് എത്രയാണ്? അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യാം? പറ്റുമോ നോക്കിയിട്ട് വരിക. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ചെയ്തു വരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്നത്തേല് 3 ഹോംവർക്ക് തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ ഇതിലെ 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹോംവർക്ക് ആൻസർ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുക. താങ്ക് യു.